ഓക്കെ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലീവ് KSRന്റെ പാർട്ട് 1 9ാമത്തെ അധ്യായം ലീവ്. അധ്യായത്തിന് ചാപ്റ്ററിനും പ്രാധാന്യമില്ല എന്ന് നേരത്തെ പറഞ്ഞു. KSRലെ ഏറ്റവും വലിയ ഒരു ചാപ്റ്ററാണ് ലീവ്. അതായത് 61 മുതൽ 124 വരെയുള്ള റൂളുകൾ, 64 റൂളുകളിൽ പരന്നു കിടക്കുന്ന വിശാലമായൊരു കാര്യം. ഒരു ക്ലാസ് കൊണ്ടൊക്കെ നമുക്ക് തീരും നിങ്ങൾക്ക് തോന്നുന്നില്ല. പരമാവധി ശ്രമിക്കാം. ലീവ് 9 തരം ലീവുകൾ. അതിൽ തന്നെ കാഷ്വൽ ലീവ്, സ്പെഷ്യൽ കാഷ്വൽ ലീവ്, കോമ്പൻസേഷൻ ലീവ് അതിൽ പെടില്ല. അത് മൂന്നും ലീവായിട്ട് KSR പരിഗണിക്കുന്നില്ല. അല്ലാത്ത 9 ലീവുകൾ തന്നെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഒന്ന് ഓർഡിനറി ലീവ്, മറ്റൊന്ന് സ്പെഷ്യൽ ലീവ്. ഓർഡിനറി ലീവ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു വരവ് അഥവാ അത് ഏൺ ചെയ്യുന്ന രീതിയുണ്ട്, അതിനൊരു ചെലവുണ്ട്. എന്നാൽ ലീവ് അക്കൗണ്ട് ഉണ്ടാവും അർത്ഥം. മറ്റേത് വരവുണ്ടാവില്ല, ചെലവ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ലീവിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രധാനമായിട്ടുള്ള ലീവുകൾ ഒന്ന് ഏൺ ലീവാണ്. ഏൺ ലീവ് സാധാരണഗതിയിൽ ടീച്ചേഴ്സ് അല്ലാത്തവർക്ക് അഥവാ നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ളവർക്ക് 11 ദിവസം വർക്ക് ചെയ്താൽ ഒരു ഏൺ ലീവ് ഉണ്ട്. 11 ദിവസം വർക്ക് ചെയ്താൽ ഒരു ഏൺ ലീവ്. 2 ഡിപ്പാർട്ട്മെൻറ്റും ഉള്ളവർക്ക് ഒരു വർഷം വർക്ക് ചെയ്താൽ 20 ഹാഫ് പേ ലീവ് ഉണ്ട്. ഒരു വർഷം ഉണ്ടായാൽ 20 ഹാഫ് പേ ലീവ് ഉണ്ട്. എന്നാൽ എത്ര കൊല്ലം വർക്ക് ചെയ്താലാണ് അല്ലെങ്കിൽ എത്ര സർവീസ് ഉണ്ടായാലാണ് ഒരു മെറ്റേണിറ്റി ലീവ് കിട്ടുക? ഇല്ല, അങ്ങനെയല്ല. അതുകൊണ്ട് അതിനൊരു ഏൺ ചെയ്യുന്ന രീതിയില്ല, നേരെ മറിച്ച് അതിനൊരു ചെലവ് മാത്രമേ ഉള്ളൂ. അതാണ് സ്പെഷ്യൽ ലീവ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ലീവ് നമ്മൾ പറഞ്ഞത് ഏൺ ലീവാണ്. അത് സാധാരണഗതിയിൽ ടീച്ചേഴ്സിന് അഥവാ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇല്ല. നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് അത് ആദ്യത്തെ ഒരു കൊല്ലത്തിൽ 1/22, അതായത് 365 ദിവസത്തിൽ 22 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 16ഉം 13/22 കിട്ടും. അത് റൗണ്ട് ചെയ്യും. അത് മാത്രം റൗണ്ട് ചെയ്യും. അപ്പൊ 17 എന്ന് കിട്ടും. 17 അവിടെ നിൽക്കും. രണ്ടാമത്തെ കൊല്ലം 1/11, അപ്പം ഒരു 33ഉം 2/11 കിട്ടും. മൂന്നാമത്തെ കൊല്ലം 4ാമത്തെ കൊല്ലമൊക്കെ തന്നെ. 3 കൊല്ലം പൂർത്തിയാവുമ്പോൾ ആദ്യത്തെ കൊല്ലത്തെ ആ ലീവിന്റെ ബാക്കി കിട്ടും. അതായത് 33 2/11 17 അവിടെ കിട്ടി. ബാക്കി 16ഉം 2/11 കൂടി അതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ 3 കൊല്ലം സർവീസുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യത്തെ ഒരു കൊല്ലം മാത്രമാണ് 1/11. അത് പിന്നീട് തിരിച്ചു കിട്ടുകയും ചെയ്യും. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് ടീച്ചേഴ്സിന് നോർമൽ കേസിൽ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ വെക്കേഷനിൽ ചിലപ്പോൾ അവർ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ, സാധാരണ ഇപ്പോൾ SSAയുടെ ട്രെയിനിങ്, വെക്കേഷൻ കാല ട്രെയിനിങ്, ഹൈസ്കൂളിലുള്ള ആളുകൾക്ക് പേപ്പർ വാല്യുവേഷൻ, ഇനി സെൻസസ് ഡ്യൂട്ടി പോലത്തെ കാര്യങ്ങളൊക്കെ വെക്കേഷൻ സമയത്ത് ചെയ്താൽ 30 N/V എന്നൊരു ഇക്വേഷനിൽ വരും. 30 N/V 30 × നമ്പർ ഓഫ് ഡ്യൂട്ടി ബൈ വെക്കേഷൻ. വെക്കേഷൻ നോർമൽ കേസിൽ 61 ആണ്. ചിലപ്പോൾ അത് കൂടാം, കാരണം നേരത്തെ സ്കൂൾ അടച്ചാൽ, സ്കൂൾ തുറക്കാൻ വൈകിയാൽ ഒക്കെ വെക്കേഷൻ കൂടും. അപ്പൊ സാധാരണഗതിയിൽ 2 ദിവസം വർക്ക് ചെയ്താൽ 1 ദിവസം ഏൺ ലീവ് കിട്ടും എന്നർത്ഥം. ഇനി ഏൺ ലീവിനെ പറ്റിയുള്ള മറ്റു കാര്യങ്ങൾ. ഏൺ ലീവ് എപ്പോഴൊക്കെയാണ് ഏൺ ലീവ് കിട്ടുക, എപ്പോഴൊക്കെയാണ് കിട്ടാത്തത്? ഡ്യൂട്ടിയിലുള്ള സമയത്ത് മാത്രമേ ഏൺ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡ്യൂട്ടി, ഹോളിഡേ, സൺഡേ ഒക്കെ ഡ്യൂട്ടി തന്നെയാണ്. ലീവിലുള്ള ഒരു സമയത്ത് ലീവ് ഏതൊക്കെ? ഏൺ ലീവ് എടുത്താലും, ഹാഫ് പേ ലീവ് എടുത്താലും, കമ്മ്യൂണിറ്റി ലീവ് എടുത്താലും, എന്ത് ലീവ് എടുത്താലും, സ്ട്രൈക്കിലായാലും സസ്പെൻഷനിലായാലും മെറ്റേണിറ്റി ലീവിൽ പോലും ഏൺ ലീവ് ഏൺ ചെയ്യില്ല. അപ്പൊ അവിടെ സ്റ്റോപ്പാവും. അത് കഴിഞ്ഞിട്ട് ഏൺ ചെയ്യുള്ളൂ. അപ്പൊ ഒരു കൊല്ലത്തിൽ 365 ദിവസമാണ് സാധാരണ. ലീപ് ഇയറിൽ 366 ഉണ്ടാവും. ഈ 365/11 എന്ന് പറയുമ്പോൾ 33 2/11 ഉണ്ടാവും.
അതിനിടയിൽ ഒരു 10 ദിവസം ഇയാൾ കമ്മ്യൂണിറ്റി ലീവ് എടുത്തത് തന്നെ. അപ്പം 361 വരെ 355/11 വരും. ഓക്കെ. രണ്ടാമത് ഇത് സറണ്ടർ ചെയ്യൽ. സറണ്ടർ ചെയ്യൽ പേ, DA, HRA പിന്നെ CCA പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര ദിവസമാണോ ഇൻറ്റു ഡേയ്സ് ബൈ 30. പേ, DA, HRA, CCA പോലത്തെ ഒക്കെ കൂട്ടിയിട്ട് 10 ദിവസമാണെങ്കിൽ ഇൻറ്റു 10/30. അത് ജനുവരിയിലാണെങ്കിലും 30 തന്നെ, ഫെബ്രുവരിയിലാണെങ്കിലും 30 തന്നെ, ഏപ്രിലാണെങ്കിലും 30 തന്നെ. ആ 30 ഫിക്സഡ് ആണ്. പിന്നെ ഉള്ളത് ഏൺ ലീവ്. ഞാൻ പറഞ്ഞല്ലോ ഒരു കൊല്ലത്തിൽ ഏകദേശം ഒരു 33 കിട്ടും. അവർ 10 കൊല്ലം സർവീസ് ഉള്ളവർക്ക് 310 ഉണ്ടാവും. എന്നാൽ അങ്ങനെ ഉണ്ടാവില്ല. 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് 301 എന്നിട്ടൊരു സാധനം വരില്ല. ക്രെഡിറ്റ് വെക്കാവുന്ന 300ആണ്. അപ്പോൾ 301 വരുമ്പോൾ വേഗം എടുത്ത് തീർത്തോണം. എടുത്ത് തീർത്താൽ കുഴപ്പമില്ല. ആ ഇട്ട് വെക്കുന്ന ഒരു കൊട്ട, ഒരു പെട്ടി, അതിന് 300 കൊള്ളു. 301 അതിന് വരില്ല. പിന്നെ ലീവ് എടുക്കുന്നത് ഒരു ദിവസം, ഒരു പ്രാവശ്യം ഒറ്റ തവണ ഒന്നിച്ച് 180 ദിവസം വരെ എടുക്കാം. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. പിന്നെ ജോയിൻ ചെയ്തിട്ട് വേണം എടുക്കാൻ. സറണ്ടർ ചെയ്യുക. നേരത്തെ ഒക്കെ 30 ദിവസം സറണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ അത് 92 മാറിയിട്ട് അത് എന്തായി, സറണ്ടർ ഇല്ലാതായി. പിന്നെ അത് രണ്ടാമത് 10 ദിവസമായി, 20 ദിവസമൊക്കെ വീണ്ടും 30 ദിവസം വരെ ഒരു കൊല്ലത്തിൽ സറണ്ടർ ചെയ്യാം. റിട്ടയർഡ് ആകുമ്പോൾ 300 വരെ സറണ്ടർ ചെയ്യാം. പിന്നെ ഏൺ ലീവിൽ പറയേണ്ട ഒരു കാര്യം, ഡിപ്പാർട്ട്മെന്റ് മാറുമ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ടീച്ചർ ഹെഡ് മാസ്റ്റർ ആവുകയാണ്. ഹെഡ് മാസ്റ്റർ ആവുന്നത് ഒരു ഡിസംബർ മാസത്തിലാണെങ്കിൽ പോലും തൊട്ടടുത്ത ജൂൺ 1 മുതൽ അയാൾ ഹെഡ് മാസ്റ്റർ ആയിട്ടായി പരിഗണിക്കും. ഏൺ ലീവിന്റെ കാര്യത്തിൽ മാത്രം. നിങ്ങളുടെ പ്രീവിയസ് വെക്കേഷൻ എന്നാണോ എൻജോയ് ചെയ്തത് അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടും. നേരെ തിരിച്ചു, ഒരു ക്ലർക്ക് ടീച്ചർ ആവുകയാണെങ്കിൽ അയാൾ ജൂൺ 1 മുതൽ നേടിയ ഏൺ ലീവ് നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ. ഏൺ ലീവിന്റെ കാര്യത്തിൽ സംശയമായിട്ട് നമുക്ക് പിന്നീട് വന്നു. പിന്നെ ഉള്ളത് ഹാഫ് പേ ലീവാണ്. ഹാഫ് പേ ലീവ് എന്ന് പറഞ്ഞാൽ അത് വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നൊന്നും പരിഗണിക്കാതെ ഒരു വർഷം പൂർത്തിയായാൽ 20 കിട്ടും. അത് ലീവ് എടുത്ത് വിചാരിച്ചിട്ട് ഏൺ ലീവിനെ പോലെ ലീവ് എടുത്താൽ, കമ്മ്യൂണിറ്റി ലീവ് എടുത്താലൊന്നും അത് HBLനെ ബാധിക്കില്ല. പൂർണ്ണമായ ഒരു വർഷത്തിന് 20, 2 വർഷത്തിന് 40, 2.5 വർഷത്തിന് 50. അതില്ല. പൂർണ്ണമായ വർഷങ്ങൾക്ക് 20 അങ്ങനെ മാത്രമേ അത് പോകുള്ളൂ. ഏൺ ലീവ്, ഹാഫ് പേ ലീവ് ഒരാൾക്ക് എത്ര സമ്പാദിക്കുന്നതിനും എത്ര എടുക്കുന്നതിനും ഒരു കണക്കുമില്ല. എന്ന് പറഞ്ഞാൽ ഏൺ ലീവ് 150 എടുക്കാൻ പാടുള്ളൂ, 300 സംഭരിച്ച് വെക്കാൻ പാടുള്ളൂ. ഹാഫ് പേ ലീവിന് അങ്ങനത്തെ ഒരു കണക്കും ഇല്ല. ഇത് രണ്ടുമാണ് എലിജിബിൾ ലീവ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ പറയുന്ന ലീവ് ഉണ്ട്, സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന കമ്മ്യൂണിറ്റി ലീവ്, CML. അങ്ങനെ ഒരു ലീവ് നമുക്ക് ഏൺ ചെയ്യുന്നില്ല. ഹാഫ് പേ ലീവ് ഏൺ ചെയ്യുന്നു. ഹാഫ് പേ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പകുതി ശമ്പളം കുറയും. അങ്ങനെ 2 ഹാഫ് പേ ലീവ് കൂട്ടിച്ചേർക്കുമ്പോൾ 2 പകുതി ശമ്പളം നഷ്ടപ്പെടാതെ ഒരു ലീവ് കമ്മ്യൂണിറ്റി ലീവ്. അപ്പോൾ ഒരു ഹാഫ് പേ ലീവ് എടുത്താൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു ഹാഫ് പേ ലീവ് നഷ്ടപ്പെടും. ഒരു കമ്മ്യൂണിറ്റി ലീവ് എടുത്താൽ 2 ഹാഫ് പേ ലീവാണ് കുറയുക. അപ്പോൾ ശമ്പളം നഷ്ടപ്പെടില്ല. പിന്നെ അടുത്ത് പറയുന്നത് LND ആണ്, ലീവ് നോട്ട് ഡ്യൂ. അങ്ങനെ സാധനം പലരും കേട്ടിട്ട് കാര്യമില്ല. കാരണം പെർമനന്റ് ഓഫീസേഴ്സിന് അയാളുടെ ക്രെഡിറ്റിൽ ഏൺ ലീവോ ഹാഫ് പേ ലീവോ ഇല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതാണ്. അതൊരു കൊല്ലത്ത് ഒരു സർവീസിന് എടുത്ത ഒരാൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ 360 വരെയും ഇല്ലെങ്കിൽ 180 വരെയും കൊടുക്കാം. ഒന്നിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടി 180 ദിവസം വരെയും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ 90 ദിവസം വരെയും അയാൾക്ക് അനുവദിക്കാം, അവൈൽ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ കണ്ടീഷൻ അയാൾ ആ ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഇത്രയും ലീവ് ഇയാൾക്ക് കടം വീട്ടാനുള്ള സർവീസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരാൾക്ക് 100 ലീവ് അനുവദിച്ചു കഴിഞ്ഞാൽ ആ 100 ലീവ് അയാൾക്ക് നേടൽ 5 വർഷം കൊണ്ടാണ്. അപ്പോൾ ഇയാൾ ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ 5 വർഷത്തിലധികം സർവീസ് അയാൾക്ക് ഉണ്ട് എന്ന് മേലധികാരി ഉറപ്പുവരുത്തണം. എന്തെങ്കിലും അത് കൊടുക്കാൻ പാടില്ല. പിന്നെ റിട്ടയർമെന്റിനോട് കൂടിയിട്ട് അത് കൊടുക്കാനും പാടില്ല, കാരണം തിരിച്ചടക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊന്നുള്ളത് LW എന്ന് പറയുന്നത് റൂൾ 88. LW ശ്രദ്ധിക്കേണ്ടത്
ആദ്യത്തെ 3 വർഷം വരെ അഥവാ 3 വർഷം വരെ സർവീസുള്ള ഒരാൾക്ക് ഒരു സമയത്ത് 90 ദിവസത്തിൽ കൂടുതൽ അനുവദിക്കാൻ പാടില്ല. 3 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ 120 ദിവസം വരെ അനുവദിക്കാം. ആർക്ക്? മേലധികാരി. ഇനി ഒരാൾക്ക് 120 ദിവസത്തിൽ കൂടുതൽ വേണമെങ്കിലോ അത് ഗവൺമെന്റിലേക്ക് അപേക്ഷിക്കണം. അത്രേ ഉള്ളൂ. ഒരാൾ ഒരു 90 ദിവസം ലീവ് എടുത്തു, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഓഫീസിലെ മേലധികാരി അനുവദിച്ചു. പിന്നെ അയാൾക്ക് ലീവ് ഒരു 40 ദിവസം കൂടി നീട്ടണം തോന്നി. അപ്പോൾ 130 ദിവസമായി. അപ്പോൾ ആ 40 ദിവസത്തിന് മാത്രം ഗവൺമെന്റിലേക്ക് പോയാൽ പോരാ, മറിച്ച് ഈ 130 ദിവസത്തിന് ഒന്നിച്ച് ഗവൺമെന്റിലേക്ക് അപേക്ഷിക്കണം എന്നാണ്. പിന്നെ ഉള്ളത് ഈ LW എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് എന്തിനൊക്കെ പരിഗണിക്കും എന്തിനൊക്കെ പരിഗണിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് അറിഞ്ഞിരിക്കണം. അത് മേലധികാരി അത് രേഖപ്പെടുത്തണം. അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിന്റെ കോപ്പി ഞാൻ നമുക്ക് ഇതിൽ തരുന്നുണ്ട്. LW ഫോർ സർവീസ് ബെനിഫിറ്റ് സർക്കുലർ എന്ന് പറഞ്ഞാൽ 30/12/2005 ഒരു സർക്കുലർ നമ്മുടെ നോട്ടീസിന്റെ കൂടെ ഉണ്ട്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ സ്പെഷ്യൽ ലീവുകൾ, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി സമയത്ത് നമുക്ക് അപകടം സംഭവിച്ചാൽ ഉണ്ടാവുന്നതാണ്. അതിന്റെ അതേപോലത്തെ മറ്റൊരു ലീവുണ്ട്, ഹോസ്പിറ്റൽ ലീവ്. ഈ ഹോസ്പിറ്റൽ ലീവ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടൂല. അത് ചില പർട്ടിക്കുലർ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫയർമാൻ, ഡ്രൈവർ, പിന്നെ ഫോറസ്റ്റ് ഗാർഡ്, പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ലെവലിൽ താഴെ റിസ്ക് ഉള്ള പണിക്ക് മാത്രമാണ് ഹോസ്പിറ്റൽ ലീവ് കിട്ടുക. അല്ലാത്തവർക്ക് കിട്ടുന്നത് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവാണ്. അത് ഒരു ഇഞ്ചുറിക്ക്, ഒരു അപകടം ഉണ്ടാകുമ്പോൾ 24 മാസം വരെ കിട്ടും. അതിനോടനുബന്ധിച്ച് മറ്റ് ലീവുകൾ ഉണ്ടെങ്കിൽ ക്രെഡിറ്റുള്ള ലീവുകളൊക്കെ എടുക്കാം. അതിന് സാലറി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 4 മാസം ഫുൾ സാലറി, അത് ഏൺ ലീവ് പോലെ, പിന്നെ HPL പോലെയാണ് കിട്ടുക. പിന്നെ സ്റ്റഡി ലീവ്, നോട്ട്സിലായിട്ട് സ്റ്റഡി ലീവ്. പലർക്കും തെറ്റിദ്ധാരണ സംഭവമാണ് സ്റ്റഡി ലീവും ലീവ് ഫോർ സ്റ്റഡി പർപ്പസ്. സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഗവൺമെന്റ് നിർത്തിയിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ 5 വർഷത്തിലധികം സർവീസുള്ള ഡോക്ടർമാർ, എഞ്ചിനീയർമാർ പോലത്തെ ആളുകൾക്ക് പ്രോജക്റ്റുകൾ പഠിക്കാനൊക്കെ എടുക്കുന്ന ലീവാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് സർവീസിൽ 3 കൊല്ലം സർവീസ് ബാക്കി ഉണ്ടാവണം. അത് ഇപ്പം ഗവൺമെന്റ് നിർത്തിയിട്ടുണ്ട്. മറിച്ച് ലീവ് ഫോർ സ്റ്റഡി പർപ്പസ് രണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയാറുണ്ട്, പിന്നെ TTC ഉള്ള ആളുകൾ B.Ed പോവുക, അതല്ലെങ്കിൽ PGക്ക് പോവുക. അത് ലീവ് ഫോർ സ്റ്റഡി പർപ്പസ് ആണ്. അത് നമ്മുടെ ക്രെഡിറ്റുള്ള ലീവാണ് എടുക്കേണ്ടത്. എന്താ ക്രെഡിറ്റുള്ള ലീവ്? ഏൺ ലീവ് ഉണ്ടെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ ഹാഫ് ലീവ് എടുക്കാം. അതും ഇല്ലെങ്കിൽ മാത്രം LW എടുത്താൽ മതി. പക്ഷെ അതിപ്പോൾ 2005 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. ഒരു സ്റ്റഡിക്ക് കുറെ ലീവ് എടുത്തു, പിന്നെ കുറച്ച് ഡ്യൂട്ടിക്ക് പോയി, പിന്നെ ലീവ് എടുത്ത്, അത് പറ്റില്ല. ആ എൻ്റയർ പീരീഡ് ലീവ് എടുത്തിരിക്കണം. ഓക്കെ. പിന്നെ ഉള്ളത് മെറ്റേണിറ്റി ലീവാണ്. മെറ്റേണിറ്റി ലീവ് റൂൾ 100, അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അത് 180 ദിവസം വരെയാണ് അനുവദിക്കുന്നത്. ആ 180 ദിവസത്തിന്റെ കൂടെ 60 ദിവസം വരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ LW എടുക്കാൻ ഒരു കുഴപ്പമില്ല. അതിൽ കൂടുതലുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. ഇനി മാത്രമല്ല 180 ദിവസം കഴിഞ്ഞ് ഒരാൾ ജോയിൻ ചെയ്യും, എന്നിട്ടാണ് എടുക്കുന്നതെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. ജോയിൻ ചെയ്യാതെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ LW എടുക്കാം. സർവീസിനൊന്നും അത് ബാധിക്കില്ല, ശമ്പളം മാത്രമേ ഇല്ലാതാവൂ. പിന്നെ അഡോപ്ഷൻ ലീവ്, ദത്തെടുക്കുന്ന ലീവ് എന്ന് പറഞ്ഞാൽ 2 മക്കളിൽ കുറവുള്ള, 2 മക്കളോ അതിൽ കുറവോ ഉള്ള 1 2 കുട്ടികളോ 3 കുട്ടികൾക്ക് പറ്റില്ല. 1 വയസ്സ് തികയാത്ത ഒരു കുട്ടിനെ ദത്തെടുത്താൽ അവർക്ക് ഈ പറഞ്ഞ മാതിരി മെറ്റേണിറ്റി ലീവ് പോലെ 180 ദിവസം വരെ കിട്ടും. കുട്ടിക്ക് 1 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. അപ്പം ഒരു 10 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് ദത്തെടുത്തെങ്കിൽ 2 മാസമേ കിട്ടുള്ളൂ. അപ്പോൾ 6 മാസത്തിൽ കുറവുള്ള കുട്ടിയെടുത്തെങ്കിൽ പൂർണ്ണമായും 180 ദിവസം കിട്ടുള്ളൂ എന്നർത്ഥം. പിന്നെ മറ്റൊന്ന് അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ്, അബോർഷൻ ലീവ്. അതിന് 6 വീക്ക് 42 ദിവസം വരെ അനുവദിക്കും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. മറ്റൊന്ന് ഹിസ്റ്ററക്ടമി, യൂട്രസ് റിമൂവൽ, അത് 45 ദിവസം വരെ കിട്ടും. പിന്നെ വേറെ പുതിയതായിട്ട് വന്നതാണ് പറ്റേണിറ്റി ലീവ്, പിതൃത്വ അവധി എന്ന് പറഞ്ഞാൽ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ഭാര്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 2 കുട്ടികൾക്ക് വരെ, 2 കുട്ടികൾക്ക് വരെ, ഒരാൾക്ക് 3 കുട്ടികളുണ്ട്, ഇതുവരെ അങ്ങനത്തെ ലീവ് എടുത്തിട്ടില്ല. കാരണം നേരത്തെയുള്ള കുട്ടികൾ, ഇപ്പോൾ ഒരു കുട്ടി കൂടി ഉണ്ടായാൽ കിട്ടും. പരമാവധി സർക്കാർ 2 കുട്ടികൾക്കാണെന്ന് കൊടുക്കുക. അത് 10 ദിവസമാണ്. ഡെലിവറിയുടെ തൊട്ട് മുമ്പ് 10 ദിവസം മുമ്പോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ 10 ദിവസമോ തുടർച്ചയായിട്ട്, ഞായറാഴ്ച ഉൾപ്പെടെ 10 ദിവസം തുടർച്ചയായിട്ട് എടുക്കാവുന്ന ഒരു കാര്യം.
പിന്നെ ഇത് നമ്മൾ പറയുന്നുണ്ട് നോട്ട്സിൽ ലീവ് ഗ്രാൻഡഡ് ഓൺ MC, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായ ലീവുകൾ. പിന്നെ ഡ്യൂട്ടി ലീവ് എന്താന്ന് പറയുന്നു, അതൊക്കെ നോട്ട്സിൽ നമുക്ക് വായിക്കാം. പിന്നെ കമ്മ്യൂട്ടേഷൻ ഓഫ് ലീവ് എന്ന് വെച്ചാൽ കമ്മ്യൂട്ടേഷൻ ഓഫ് ലീവ്, അതായത് ഒരു ലീവ് മറ്റൊരു ലീവാക്കി മാറ്റാം. നേരത്തെ HP എടുത്തത് ഇപ്പൊ നമുക്കത് കമ്മ്യൂട്ടർ ലീവാക്കി മാറ്റാം, അല്ലെങ്കിൽ LW ആക്കി മാറ്റാം. പക്ഷെ ഏൺ ലീവിൽ അങ്ങനത്തെ ഒരു കളിയും പറ്റില്ല. പക്ഷേ ഈ മാറ്റല് നേരത്തെ ഒക്കെ എപ്പോ വേണമെങ്കിലും മാറ്റാമായിരുന്നു. ഇപ്പോ അത് ഒരു വർഷത്തിനുള്ളിൽ മാറ്റിയില്ലെങ്കിൽ അത് പിന്നെ അനുവദിക്കുന്നതല്ല. പിന്നെ നമ്മൾ പറയുന്നതാണ് കാഷ്വൽ ലീവ്. കാഷ്വൽ ലീവ് സാധാരണഗതിയിൽ 20 ദിവസവും ടീച്ചേഴ്സിന് 15 ദിവസമാണ് കിട്ടുക. കാഷ്വൽ ലീവിന്റെ കൂടെ മറ്റൊരു ലീവും കൂട്ടിച്ചേർത്തെടുക്കാൻ പറ്റില്ല. കാഷ്വൽ ലീവ് ഇടവിട്ടെടുക്കാം, പകുതിയായിട്ട് എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. കാഷ്വൽ ലീവും ഹോളിഡേയും കൂടി 15 ദിവസത്തിന് മറികടക്കാനും പാടില്ല. അതുകൊണ്ടാണ് വെക്കേഷന്റെ അപ്പുറപ്പുറമൊന്നും കാഷ്വൽ ലീവ് അനുവദിക്കില്ല എന്നാണ്. പിന്നെ അതിന് 12C പിന്നെ സ്പെഷ്യൽ കാഷ്വൽ ലീവ്. സ്പെഷ്യൽ കാഷ്വൽ ലീവിന്റെ ഒരു 42ഓളം സിറ്റുവേഷൻ പിന്നെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ സൗകര്യത്തിന് കുറച്ച് കാര്യങ്ങൾ കുറേ കാഷ്വൽ ലീവുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന് മനസ്സിലാക്കാം. പിന്നെ സെക്ഷൻ അപ്പൻഡിക്സ് 7 സെക്ഷൻ 2 സ്പെഷ്യൽ കാഷ്വൽ ലീവിന്റെ കാര്യം പറയുന്നത്. പിന്നെ അടുത്ത ലീവാണ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ ലീവ് എന്ന് പറഞ്ഞാൽ ഒരു ഹോളിഡേ നമ്മൾ കൂട്ടി ചെയ്യേണ്ട കാര്യമില്ല. ഹോളിഡേയിൽ ഒരാൾ ജോലി ചെയ്യേണ്ടി വരികയാണെങ്കിൽ അയാൾക്ക് പകരം മറ്റൊരു ദിവസം കൊടുക്കും. അത് കുറെ സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളണം. 3 മാസത്തിനുള്ളിൽ എടുക്കണം. ഒരു കലണ്ടർ ഇയറിൽ പരമാവധി 15 ദിവസമാണ് കിട്ടുക. ഒരു കലണ്ടർ ഇയറിൽ പരമാവധി 15 ദിവസം. അത് 10 ദിവസത്തിലധികം ചേർത്ത് വെക്കാനും പാടില്ല. കാരണം 10 ദിവസം ആകുമ്പോഴത്തേക്കും എടുത്തു പോയിക്കോളണം. ഒരു കലണ്ടർ ഇയറിൽ പരമാവധി 15 ദിവസം കൊണ്ട് 10 ദിവസത്തിലധികം ചേർത്ത് വെക്കാനും പാടില്ല. പിന്നെ അത് നമ്മൾ അടിപൊളി ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ്, LPR എന്നാൽ റിട്ടയർഡിനോടനുബന്ധിച്ച് ലീവ് എടുത്തിട്ട് അങ്ങനെ പിരിഞ്ഞു പോവാം. അത് എത്ര ലിമിറ്റ് ഒന്നുമില്ല, എത്ര വേണമെങ്കിലും എടുക്കാം സർവീസിലുള്ളത്. പിന്നെ റീകോൾ ഫ്രം ലീവിൽ നിന്ന് തിരിച്ചു വിളിക്കാം. അപ്പൊ ലീവിലൊക്കെ പോയി ഗവൺമെന്റ് തന്നെ നമ്മളെ തിരിച്ചു വിളിച്ചാൽ നമുക്ക് ആ ലീവ്, ബാക്കിയുള്ള ലീവും ക്രെഡിറ്റിലേക്ക് വരും, നമുക്ക് TAD കിട്ടും. അതല്ല നമ്മൾ തന്നെ ലീവ് ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ ലീവ് ക്രെഡിറ്റിൽ വരും, TAD കിട്ടില്ല. പിന്നെ കോമ്പിനേഷൻ ഓഫ് ലീവ്, ഒരു ലീവിന്റെ കൂടെ മറ്റേത് ലീവുകളും കൂട്ടിച്ചേർത്തെടുക്കാം, ക്യാഷ് ലീവ് അല്ലാത്ത. പിന്നെ മറ്റൊന്നുണ്ട്, വിദേശത്ത് പോകുന്നത്, ഭാര്യയുടെ കൂടെ താമസിക്കാൻ വേണ്ടി പോകുന്നത്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്തവർക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞ അപ്പൻഡിക്സ് 12A-BC. അത്തരം ലീവുകളോട് കൂടി മറ്റൊരു ലീവും കൂട്ടിച്ചേർത്തെടുക്കാൻ പാടില്ല. പിന്നെ നമ്മളിവിടെ പേജ് നമ്പർ 13 PTC അതായത് പാർട്ട് ടൈം കണ്ടീജന്റ് മീനിയേഴ്സിന്റെ ലീവ്, പാർട്ട് ടൈം ടീച്ചേഴ്സിന്റെ ലീവ് എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അത് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ പേജ് നമ്പർ 14 ലിമിറ്റഡ് പീരീഡ്, അത് 5 വർഷത്തേക്ക് അല്ലാതെ 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് ഒക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ആളുകളുടെ ലീവിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ലീവ് സാലറി എന്ന് പറയുന്നത് ഏൺ ലീവ് എടുത്താൽ എങ്ങനെയാണ് സാലറി, ഹാഫ് പേ ലീവ് എടുത്താൽ എങ്ങനെയാണ്. ഹാഫ് പേ ലീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട്, 35,700 എന്ന് പറയുന്ന എമൗണ്ട്. ആ 35,700 അതിന്റെ താഴെ ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് അവരുടെ ബേസിക് പേ മാത്രമേ കുറയുള്ളൂ, DA കുറയില്ല. 35,700 മേലെയാണെങ്കിൽ അവരുടെ ബേസിക് പേയും കുറയും, DAയും കുറയും, ശ്രദ്ധിക്കണം. പിന്നെ കമ്മ്യൂണിറ്റി ലീവിന് ശമ്പളം നഷ്ടപ്പെടില്ല, LND ഹാഫ് പേ ലീവ് പോലെ അത് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ലീവ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെന്റ് ലീവില് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പട്ടികയാണ്. അതായത് 42,500 വരെ, അതിപ്പം മാർച്ച് 68,700 ആയിരുന്നു. 68,700 ബേസിക് പേ ഉള്ള ആളുകൾക്ക് ഈ ട്രീറ്റ്മെന്റ് ലീവ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടുപ്പാണ്. എക്സ്ട്രാ ഓർഡിനറി ലീവ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ, ലെപ്രസി പോലത്തെ അസുഖങ്ങൾക്ക് വേണ്ടി LW എടുക്കുമ്പോൾ അവർക്ക് ഒരു എക്സ്ഗ്രേഷ്യ എമൗണ്ട് കിട്ടും, ശമ്പളത്തിന്റെ 35%. ഇതിന് കൊടുത്തിട്ടുള്ളത് മിനിമം 9,915 മാക്സിമം 14,800. അതിന് ഓർഡർ മാറ്റം വന്നിട്ടുണ്ട്. അത് പിന്നീട് ആ ഓർഡർ നമുക്ക്
സെൻഡ് ചെയ്യുന്നതാണ്. കാരണം അത് പട്ടികയിൽ മാറ്റം പറ്റില്ല, പ്രിന്റ് എടുത്ത് പോയതാണ്. പിന്നെ ലീവ് ബിയോണ്ട് സൂപ്പറാനേഷൻ. അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. സൂപ്പറാനേഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ടുള്ളത് റിട്ടയർമെന്റിന്റെ ആ സമയം കഴിഞ്ഞിട്ട് പിന്നെയുള്ള റിട്ടയർമെന്റ് വയസ്സ് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കൂടി കിട്ടുന്ന അതാണെന്ന്. സൂപ്പറാനേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെ ജനനത്തീയതി ഏത് മാസത്തിലാണോ, ഇപ്പൊ എന്റെ ജനനത്തീയതി 19 മാസത്തിലാണ്, ഫെബ്രുവരി 19. അപ്പൊ ഫെബ്രുവരി 28 സൂപ്പറാനേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടീച്ചർ ആയതുകൊണ്ട് ഒരു മാസം കിട്ടുന്നത് അത് ബിയോണ്ട് ഓഫ് സൂപ്പറാനേഷൻ ആണ്. അത് ജൂലൈ 2 അതിന് ശേഷമോ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ഒരാൾക്ക് അവരുടെ ഏത് മാസത്തിലാണോ ഡേറ്റ് ഓഫ് ബർത്ത് അതിന്റെ മാസാവസ്ഥാനത്തിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും നിൽക്കും, കാൽക്കുലേഷൻ ഒക്കെ നിൽക്കും. പക്ഷെ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് റിട്ടയർമെന്റ് അടുത്ത അക്കാഡമിക് അതായത് മാർച്ച് 31 വരെ തുടരാം. വേറെ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല, ശമ്പളവും ക്യാഷ് ലീവ് മാത്രമേ കിട്ടുള്ളൂ. അത്ര കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ ലീവ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ പ്രശ്നം. ലീവ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് HPL ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഏൺ ലീവ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊത്തം പീരീഡ് എത്ര ദിവസമാണ്, ഒരു നിശ്ചിത കാലത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് എത്ര ദിവസം ഉണ്ടെന്ന് നോക്കും. എത്ര ദിവസം, ആ ദിവസത്തിൽ നോൺ ഡ്യൂട്ടി അതായത് കമ്മ്യൂണിറ്റി ലീവ് എടുത്തതോ പിന്നെ ഏൺ ലീവ് എടുത്തതോ HPL എടുത്തതോ സസ്പെൻഷനോ പിന്നെ മെറ്റേണിറ്റി ലീവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക, അത് മൈനസ് ചെയ്യും. അപ്പൊ യഥാർത്ഥ ഡ്യൂട്ടി കിട്ടും. ടോട്ടൽ പീരീഡ് മൈനസ് നോൺ ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു കറക്റ്റ് ഡ്യൂട്ടി. ആ കിട്ടിയ ഡ്യൂട്ടിയെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ കിട്ടുന്ന ഒരു ഉദാഹരണമായിട്ട് ഒരു ചിലപ്പോൾ ഒരു 75 6/11 കിട്ടിയാൽ 75 കിട്ടുക. ആ കിട്ടിയതിൽ നിന്നും ഇയാള് നേരത്തെ എടുത്തിട്ടുള്ള ഏൺ ലീവും സറണ്ടർ ചെയ്തിട്ടുള്ള ഏൺ ലീവും അതിന് മൈനസ് ചെയ്യും. അങ്ങനെ അവസാനം കിട്ടുന്നതാണ് നെറ്റ്. നമ്മുടെ തന്നിട്ടുള്ള നോട്ട്സിൽ പേജ് നമ്പർ 15 ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ കാര്യം. പക്ഷെ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങൾ ഇപ്പൊ നമുക്ക് ചോദിക്കൂല. ഇപ്പൊ നമുക്ക് ചോദിക്കുന്ന 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതാ ഏകദേശം ഒരു 27 മോഡലല്ല PSCക്ക് ചോദിച്ച 27 ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ കീയും തന്നിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ നോട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, ഈ പറഞ്ഞ പ്രോബ്ലം ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലൂടെ ബന്ധപ്പെടാം. ഓക്കെ.